അപ്പോൾ നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഈ ഒരു സെറ്റപ്പിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ വീഡിയോ വരുന്നത്. പിന്നെ ഓൾറെഡി വിശാലേട്ടനോടൊപ്പം ചെയ്ത കുറച്ച് വീഡിയോസ് പുറകെ വരും. കാര്യം നമ്മുടെ വിശാലേട്ടൻ എബ്രോഡ് വരെ പോയിരിക്കുകയാണ് കറങ്ങാൻ. അതെ, പുള്ളി ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കറങ്ങാനൊക്കെ പുറത്ത് പോകും. ഇപ്രാവശ്യം പുള്ളി മലേഷ്യയിലേക്ക് പോയിരിക്കുക 2 ആഴ്ചത്തേക്ക്. അപ്പോൾ പുള്ളി മലേഷ്യ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഞങ്ങളെ സഹിക്കേണ്ടി വരും. വിശാലേട്ടൻ ഫാൻസിന് വിഷമമുണ്ടാകും. അതെ, വിശാലേട്ടൻ ഫാൻസിന് വിഷമമുണ്ടാകുമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ 2 ആഴ്ചത്തേക്ക്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത കുറച്ച് പടത്തിൻ്റെ ഡിസ്കഷനും പിന്നെ റിയാക്ഷൻ വീഡിയോസൊക്കെ അടുത്തടുത്ത ദിവസങ്ങൾ വരും. സോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അനന്തൻ കാടിനെ പറ്റി സംസാരിക്കാനാണ്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മളൊരു പ്രോപ്പർ ഡിസ്കഷൻ ലൈനിലായിരിക്കില്ല പോകുന്നത്. ഇതൊരു ഒപ്പീനിയനായിട്ട് എടുത്താൽ മതി. കാര്യം ഒരുപാട് ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല വീഡിയോയ്ക്ക്. കാര്യം ഈ ഡിസ്കഷൻ ചെയ്യാൻ നമുക്ക് ഈ വിവരങ്ങൾ പടം കണ്ട് ഫുൾ ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് വരുന്ന ആൾ നമ്മളോട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ നോട്ട് ചെയ്യുന്നത്. നമ്മൾ പടം ഇരുന്ന് കാണുകയാണ്. സോ നമുക്ക് പടം കണ്ടതിന് ശേഷം എന്ത് തോന്നി എന്നുള്ളത് നമ്മളൊരു ഒപ്പീനിയൻ മാത്രമായിട്ട് ഇത് എടുക്കാവുള്ളൂ. പിന്നെ മൈനസ് സ്പോയിലേഴ്സ് ചിലപ്പോൾ ഉണ്ടാവാം. സോ അതുകൊണ്ട് പടം കണ്ടിട്ട് വന്ന് വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഈ അനന്തൻ കാട് എന്ന് പറയുന്ന പടം മുരളി ഗോപി എഴുതി GN കൃഷ്ണകുമാർ പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ ഒരു വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് പടത്തിൽ. സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, വിജയരാഘവൻ, പിന്നെ അപ്പാനി ശരത്ത്, നിഖില ഉമൽ, റെജിന കസാൻഡ്ര, ഒരു പാട്ടിൽ ഭരത് വരും. കുറേ ആൾക്കാരുണ്ട് പടത്തിൽ. നമ്മൾ നോക്കുമ്പോൾ അതുപോലെ നമ്മുടെ കന്നഡ മറ്റേ പുള്ളി ആക്ച്വലി അച്യുത് കുമാർ, പിന്നെ തെലുങ്കിൽ നിന്ന് സുനിൽ, പിന്നെ ദേവ്മോഹൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയിൽ. കാര്യം നമ്മൾ നോക്കുമ്പം ഭയങ്കര ഏത് ഫ്രെയിം വെച്ചാലും അതിനകത്ത് നിറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫെമിലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ സ്കെയിൽ വൈസും ഇത് കുറച്ച് വലിയ സ്കെയിലുള്ള പടമാണ്. അത്യാവശ്യം ബജറ്റും ഉണ്ട് പടത്തിൽ. അതാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. കാര്യം ഒരു റിച്ച്നെസ് ഓവറോൾ പടത്തിലുണ്ട്. പൈസ മുടക്കിയിട്ടുണ്ടോ? അതെ. സോ ഈ പടം എങ്ങനെയുണ്ട് എന്നൊരു അഭിപ്രായമാണ് ഇനിഷ്യലി നമുക്ക് പറയാനുണ്ടെങ്കിൽ, സിനിമ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പം ഭയങ്കര രസകരമാകുന്നൊരു ഗ്യാങ്സ്റ്റർ ഡ്രാമ ആകുമായിരുന്ന പടമാണ് എന്നെനിക്ക് കണ്ടുകൊണ്ട് തോന്നി. പക്ഷെ ഇപ്പോൾ കാണുന്ന പടം അത്രയും രസകരമായില്ല. പക്ഷേ എന്നാലും കുറേ നല്ല മൊമെൻറ്റുകൾ പടത്തിലുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ട്രെയിലർ തന്നെ ഒരു മിഡ് ട്രെയിലർ ആയതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. പിന്നെ ട്രെയിലറിൽ തന്നെ നമ്മൾ ആരെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. ട്രെയിലർ ഇപ്പോൾ ആര്യയുണ്ട്, മെയിൻ ക്യാരക്ടറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്ററിലൊക്കെ ഉള്ള തല വലുതാക്കി വെച്ചാലും പക്ഷേ ആര്യ ട്രെയിലത്ത് പോലും അധികം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ട്രെയിലർ കാണുമ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. സോ പടം കാണുന്നതിന് മുമ്പേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മളാരെ ഫോക്കസ് ചെയ്യണമെന്നൊരു പ്രോപ്പർ ഐഡിയ കുറച്ച് പാടായിരിക്കും. പക്ഷേ സിനിമ കണ്ടുകൊണ്ടെന്ന് മനസ്സിലായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടീമെന്ന് പറയുന്നത് ഈ ഇന്ദ്രൻസ്, മുരളി ഗോപി, ദേവ്മോഹൻ്റെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പാനി ശരത്ത് അതെ, അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് ആണ് ആക്ച്വലി അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അവരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പടം ഓപ്പൺ ചെയ്യുന്നത് ആര്യയുടെ ഒരു സീക്വൻസിൽ നിന്നാണ്. സോ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സിനിമയുടെ അവസ്ഥ ഇതാണ്. അതായത് ഒരു വാച്ചബിൾ പടമാണ്. എനിക്കൊരു മിക്സ്ഡ് ബാഗായിട്ട് തോന്നുന്നത്. അതായത് നമുക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. അതായത് ഒരു വാച്ചബിൾ പടമാണ്, മോശം പടമല്ല ഒരിക്കലും. നല്ല കുറച്ച് മൊമെൻറ്റുകളുണ്ട് പടത്തിൽ. പക്ഷെ പടത്തിൻ്റെ എഡിറ്റിങ് ഭയങ്കര വേഗമാണ്. അതായത് ഭയങ്കര സ്പീഡാണ്. ഈ ഒരുപാട് കട്ട്സ് ഉണ്ട്, ഫാസ്റ്റ് കട്ട്സ് ആണ്, ടൂ മച്ച് ഫാസ്റ്റ് കട്ട്സ്. അപ്പോൾ ഈ ടൂ മച്ച് ഫാസ്റ്റ് കട്ട്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ഒരു സീൻ കാണുമ്പോൾ സീനകത്ത് എന്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ ശ്രദ്ധ നമുക്ക് കംപ്ലീറ്റ്ലി കുറച്ച് മിസ്സാവും. കാര്യം ഇങ്ങനെ നമ്മൾ കാണുകയാണ് ഈ ഒരു സീക്വൻസ് ഇങ്ങനെ കണ്ടു പോകുന്നതിനപ്പുറത്തേക്ക് ആ സീക്വൻസ് ഒരു സീനിലേക്ക് ഒരു മൊമെൻറ്റിലേക്കോ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൊമെൻറ്റുകൾ ഉണ്ടായിട്ടും ആ മൊമെൻറ്റുകൾ കുറച്ച് എഡിറ്റിങ്ങിൽ സ്പോയിലായി പോയതുപോലെ തോന്നി. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഇപ്പോഴത്തെ റൺ ടൈം 2.5 മണിക്കൂറുണ്ട്. സോ ഇവർ ഈ ലെങ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാമെന്ന് നടത്തിയിരിക്കാൻ തോന്നുന്നു. പക്ഷേ എനിക്കെന്നാലും ആ ഡിസിഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലിനെ കുറച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഫീൽ. കാരണം പറഞ്ഞല്ല, ഈ GN കൃഷ്ണകുമാറിയുടെ മുമ്പത്തെ പടം മറ്റേ അത് മുരളി ഗോപിയുള്ളതായിരുന്നു. അതെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആൾക്കാർ പറഞ്ഞത് അതിൻ്റെ ദൈർഘ്യമായിരുന്നു. പടം ഇങ്ങനെ ഇരുത്തി മുഷിപ്പിക്കുന്ന ആൾക്കാരെ വലിപ്പിച്ച് എന്നുള്ള സാധനമായിരുന്നു. ഒരുപക്ഷെ അതുപോലെ ഒരെണ്ണം വരാതിരിക്കാൻ വേണ്ടി അവർ മാനേജ് ചെയ്തായിരിക്കാം മേ ബി. അതെ, എഡിറ്ററിൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നത് എഡിറ്റിങ്ങിലൂടെ അല്ല അത് ആ പേസ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് തോന്നുന്നു. അത് ഈ റൈറ്റിംഗ് സ്റ്റേജിൽ മുതലേ നമ്മളെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്തോ ഇതിൻ്റെ സ്പീഡോ ഒന്നും വിഷയമുള്ളതല്ല. ഇപ്പം ഈ ബാലൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ആ ഡ്രാമ വർക്കാവുന്നതിന് ആ സ്ലോ പേസ് വേണം. ഈ സിനിമയിൽ ഒരു ഡ്രാമയാണ്. ഈ സിനിമ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ്. ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ എന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, സ്റ്റിൽ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ്. പക്ഷെ ആ ഡ്രാമ
നമുക്ക് ഈ പേസിങ് മൂലം ആ ഡ്രാമ കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ട പല സീനുകൾക്കും ഇമ്പാക്റ്റ് ഇല്ലാണ്ടായി പോകുന്നൊരു അവസ്ഥയാണ്. അതന്നെ ഇപ്പോൾ ഈവൻ ആക്ഷൻ സീക്വൻസ് ആയാൽ പോലും ഈ ഒരു ഫാസ്റ്റ് എഡിറ്റിംഗ് കാരണം നമുക്ക് ഹൈ വരുന്നില്ല പല. അതെ അതെ, ആ ഹൈ ഉണ്ടാക്കാനുള്ള എലമെന്റ് ഇന്റർവെൽ ഉണ്ടായിരുന്നു. ഉണ്ട് പല ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഒരു മറ്റേ നമ്മുടെ ആര്യയുടെ ക്യാരക്ടറിന്റെ ആ ഒരു ജമ്പിങ് പരിപാടി അത് വരുമ്പം നമുക്ക് ഹൈ കിട്ടുന്നില്ല. ഹൈ കിട്ടേണ്ട പോർഷനാണ് അത്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. തിയേറ്ററിൽ അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകണം. അതുകൊണ്ട് പക്ഷേ ആ സീക്വൻസ്, ആ ഇന്റർവെൽ സീക്വൻസിനകത്ത് കുറച്ച് പരിപാടികളുണ്ട്. പക്ഷേ ഇത് എഡിറ്റിങ്ങിൽ ഇത് ഭയങ്കര സ്പീഡായിട്ട് നമുക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ അപ്പുറത്തേക്ക് വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഇല്ലാത്ത പോലെ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഈ ഫൈറ്റ്സ് തീർന്നു പോയാൽ ഇന്റർവെല്ലായ ആൾക്കാർ പുറത്തു പോകും. അത് തന്നെ. പക്ഷേ ഈ ഫൈറ്റിനകത്ത് പോലും ഫൈറ്റിന് ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ല. കാരണം ടക്ക് ടക്ക് പറഞ്ഞ് ഇടി കൊടുക്കുന്നു, കട്ടിങ്. അതെ, അതായത് ആ ഫൈറ്റ് സീക്വൻസ് തന്നെ ഭയങ്കരമായിട്ട് ഈ സ്പീഡ് കൂട്ടി കട്ട് ചെയ്യുമ്പം പടത്തിന് സ്പീഡ് കൂടും. ശരിയാണ്, പടത്തിന് സ്പീഡ് കൂടും, വളരെ വേഗത്തിൽ ഓടിപ്പോകും. പക്ഷേ ഈ സിനിമ തരേണ്ട ആ ഒരു ഇൻട്രസ്റ്റോ ആ ഒരു എൻഗേജിങ് എലമെൻറ്റുകളോ ഒന്നും എല്ലാം കുറച്ച് നഷ്ടപ്പെടും. കാര്യം വളരെ വേഗത്തിൽ എഡിറ്റ് ചെയ്തിട്ട് എവിടെയോ പോകാൻ നിൽക്കുന്ന പോലെയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ സീക്വൻസിനെ പറ്റി എനിക്ക് തോന്നുന്നു ആരും അതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഗംഭീര ഇൻ്റർവെൽ സീക്വൻസ് ആയിരിക്കും. ശരിക്കും അത് ഓൺ പേപ്പറിൽ ഒരു ഗംഭീര ഇൻ്റർവെൽ സീക്വൻസ് തന്നെയാണ്. കാര്യം ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരുന്നത്. അതെ, ഒരു മറ്റേ കാളകളെയൊക്കെ തുറന്നു വിട്ട് അവർ വന്നൊരു വീട്ടിലേക്ക് ഇടിച്ച് കയറുന്നൊരു സീക്വൻസും അതിനോടൊപ്പം ഈ ആക്ഷനും പിന്നെ ഈ ആര്യയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഈ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് ഇൻവോൾവ്മെന്റ്, കൂടെയുള്ള ക്യാരക്ടേഴ്സിന് ഈ ക്യാരക്ടറിനെ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ടൻ അല്ലെങ്കിൽ പൊട്ടൻ എന്നല്ല, ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ലോക്കലായ ഒരു അങ്ങനത്തെ, അതായത് പുള്ളി എന്തോ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്താണ് പുള്ളിയുടെ പരിപാടി എന്ന് അറിയാത്ത കുറച്ച് ക്യാരക്ടേഴ്സ്. പക്ഷെ നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിലെ പുള്ളിയെ കാണിച്ചുകൊണ്ട് വരാൻ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ എനിക്കും അവിടെ തോന്നിയത് പ്രേക്ഷകരെയും ഒരു പക്ഷേ ഈ ആര്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. ഇവരുടെ അടുത്ത് ആര്യ വേറെ പോയിന്റ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം അവരിടിക്കുമെന്ന്, പക്ഷെ എന്നാൽ പോലും അത് കാണിക്കുന്ന പോയിന്റിൽ ഒരു നമുക്കൊരു ഹൈ വരും. അത് നമുക്ക് ആദ്യമേ ഫസ്റ്റ് പടം ഓപ്പൺ ചെയ്യുന്ന സീക്വൻസിൽ നിന്ന് അത് റിവീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ, റിവീൽ എന്നാൽ ആ സീക്വൻസിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. അത് കാരണം ആര്യയുടെ ക്യാരക്ടറിനോടാണ് ട്രാവൽ ചെയ്യുന്നത്. ആര്യയുടെ ക്യാരക്ടർ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബേസിക്കലി അനന്തൻ കാടം ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പഴയ പേരാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ടൈറ്റിലും ഈ സിനിമയുടെ ഈ കഥയുടെ ഒരു ബാക്ക്ഡ്രോപ്പും ഈ കഥയിലൊരു ക്യാരക്ടർ, അതായത് നമ്മുടെ വിജയരാമൻ്റെ ക്യാരക്ടർ പറയുന്നൊരു സംഭവമുണ്ട്. ഈ കാടും കാട്ടിലെ മൃഗങ്ങളെയും പറ്റിയും അവരെപ്പറ്റി എന്താ പറയുക, അവരെ ബേസ് ചെയ്തുകൊണ്ട് ഈ കഥയും അല്ലെ ഈ പടത്തിൻ്റെ ഒരു സ്ട്രക്ചറിനും പുള്ളി നരേറ്റ് ചെയ്യുന്നൊരു സ്റ്റൈലുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും പക്ഷേ പടത്തിനകത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ജനറിക് ഗ്യാങ്സ്റ്റർ ഡ്രാമയുടെ ഒരു ടച്ചുണ്ട്. പക്ഷേ ആ ജനറിക് പടത്തിൽ നിന്ന് ഇതിനെ ഒരുപാട് ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ സ്ക്രീൻ പ്ലേയിലും ഉണ്ട്, എഴുത്തിലും ഉണ്ട്. ആക്ച്വലി ഇതൊരു കൊമേഴ്ഷ്യൽ സ്റ്റഫാണ്. പക്ഷേ ഇത് ഇത് ആക്ച്വലി ഇവർ ഓവർ കൊമേഴ്ഷ്യൽ സ്റ്റഫ് ആക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോകല പലതും തോന്നിയത്. എസ്പെഷ്യലി ഇടയ്ക്ക് മറ്റേ ഒരു പാട്ടൊക്കെ ചാടി. അതായത് പാട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരത്തിൻ്റെയും റെജിന കസാൻഡ്രയുടെയും ഒരു സോങ് വരും. ആ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് ആക്ച്വലി ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് തിയേറ്ററിൽ ഈ സോങ് പ്ലേസ് ചെയ്യുന്നത് പോലെയാണ്. അപ്പം തിയേറ്ററിൽ കാണുന്ന പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ അത് ആ സിനിമ അത്ര നേരം വരുന്ന ആ പേസിങ്ങും ആ പരിപാടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടതൊരു നല്ല ലൈനിലേക്കാണല്ലോ പോകണമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സോങ് ചാടി വരികയും ഇത്രയും ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർക്ക് ആ ഒരു എലമെൻറ്റിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ടായിരുന്നു. പക്ഷെ ആ പാട്ട് ഫുള്ളൊന്നും ഇല്ല കേട്ടോ, പാട്ടും കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ഈ പടമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്മളൊരു പടത്തിലൊരു പാട്ട് കാണുന്നു. പക്ഷെ അതിൻ്റെ മൂഡാണ്, അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ മൂഡിനെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ബുദ്ധിമുട്ട്. ഒരുപക്ഷെ അത് ഈ പടത്തിൻ്റെ മൂഡുമായിട്ട് ചേരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാകും തോന്നുന്നു. പക്ഷേ അത് ആ സോങ് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് എല്ലാവരും പെട്ടെന്ന് ഒരു ചിരി തിയേറ്ററിലുണ്ടായിരുന്നു. ഇതെന്താ എന്നുള്ള ലൈനിലൊരു ഇത് സംസാരങ്ങൾ തിയേറ്ററിനകത്ത് നടന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ പടത്തിനെ ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാക്കാനുള്ള എല്ലാ പരിപാടികളും ഇങ്ങനെ എല്ലായിടത്തും പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുന്ന പടം അത്രയും ഗംഭീരമായില്ല എന്നുള്ള ഒരു ഫീലാണ്. പിന്നെ മ്യൂസിക് ചെയ്ത അജിനേഷ് ലോകനാഥാണ്. അത് ഒരു പരിധി വരെ പലയിടത്തും വർക്കായി. പക്ഷേ എന്നാലും ചില സീക്വൻസ്, ഈ ആക്ഷൻ സീക്വൻസിലും കാര്യങ്ങളിലൊന്നും അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മ്യൂസിക് അല്ല. പക്ഷേ എനിക്ക് മറ്റുള്ള സീനുകളിലൊക്കെ കുറച്ച് നോർമലായിട്ടും നന്നായിട്ടും തോന്നി. പക്ഷേ ഈ ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ സിനിമ എലിവേറ്റ് ആവേണ്ട അടുത്ത് മ്യൂസിക് എലിവേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ, അത് ഈ ക്യാരക്ടർ അത്ര നേരം താന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എലിവേഷൻ നമുക്ക് കിട്ടുന്നില്ല. അത് മ്യൂസിക് കൊണ്ട് പറ്റും, പക്ഷേ അത് മ്യൂസിക്കിലും അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് ഫ്ലാറ്റാണ്. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്
ഗംഭീര ഐഡിയ ആണ്. പക്ഷേ ആ ഐഡിയ അത്രയും നന്നായി നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് തോന്നിയത്. കാരണം പടം വെൽ ഷോട്ടാണ്, സ്റ്റാർട്ട് ടു എൻഡ് ഈ റിച്ച്നെസ് ആണ്, അതായത് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പൈസയുണ്ട്, ആ പൈസ മുടക്കിയിട്ടുണ്ട്, സ്ക്രീനിൽ നമുക്ക് കാണാനുണ്ട്. കാര്യം ഇവരുടെ നമ്മുടെ മുരളീഗോപിയുടെ ഒക്കെ ആ കോളനി ആ സെറ്റാണെന്ന് തോന്നുന്നു. കാരണം അവിടെ കുറച്ച് പരിപാടിയുണ്ട്, അത് കാണുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ കോളനിയിൽ ഇവർക്കൊരു മാടൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ എലമെൻറ്റും അത് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചോ ഇത് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു എലമെൻറ്റിനെ പറ്റി എങ്ങോട്ടെങ്കിലും പോകുന്നതെന്ന് തോന്നിയാൽ അങ്ങനൊരു സംഭവം നടക്കുന്നില്ല. അവരതിനെ ഉപയോഗിക്കുന്നത് ഈ മാടൻ അവിടെ പൂജ ചെയ്യുന്ന പുള്ളി പറയുന്നുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കോൾ വരും എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെൻറ്റുകളേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആ മാടൻ പ്രതിഷ്ഠയും ആ എലമെൻറ്റിനെ ഒന്നും പിന്നീട് വലിയ കഥയ്ക്കകത്ത് വലിയ പ്രാധാന്യം ഇല്ലാതെ വരുന്ന പോലത്തെ ഒരു ഫീല്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം ഇതിനകത്തൊക്കെ എന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രീവിയസ് അനുഭവങ്ങൾ കാരണം മുരളീഗോപി തന്നെ വെട്ടി കുറച്ചായിരിക്കാം പറയാനുള്ള കാര്യം അറിയത്തില്ല. കാര്യം എമ്പുരാനെ കിട്ടിയ ഒരു വലിയ ഒരു അടിയുണ്ട് റൈറ്റർ എന്ന നിലയിൽ പുള്ളിക്ക് കിട്ടിയൊരു. പക്ഷേ ഇപ്പോഴും എനിക്ക് ബേസിക്കലി എമ്പുരാൻ ഒരു അത്ര ബോറ് പടമായിട്ട് തോന്നിയിട്ടില്ല. സ്റ്റിൽ നമ്മളത് കമ്പയർ ചെയ്യുന്നത് ലൂസിഫറുമായിട്ടാണെന്നുള്ളത് കൊണ്ടാണ് അതിനൊരു വലിയ പ്രശ്നം വരുന്നത്. പക്ഷെ സ്റ്റിൽ ആ സിനിമയ്ക്കകത്ത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. ബട്ട് എന്നാലും അത് നമ്മളെ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളെയും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ അതിനകത്ത് കുറച്ച് പരിപാടിയുണ്ടെന്ന് നമുക്ക് ആ എമ്പുരാൻ സിനിമ കാണുമ്പോൾ അറിയാം. എടുത്തു പറയുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇന്ദ്രൻ സേട്ടൻ പുള്ളി 5 ഡയലോഗാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റൈല് നമുക്ക് ഭയങ്കര വർക്കാവും. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊക്കെ തിയേറ്ററിൽ നല്ല കൈയടി കിട്ടേണ്ട മൊമെൻറ്റുകളാണ്. പക്ഷെ ആ മൊമെൻറ്റുകളെ എല്ലാത്തിലേക്കും നമ്മളെ എത്തിക്കുന്നത് ഭയങ്കര വേഗത്തിലായതുകൊണ്ട് നമ്മൾ ആ ക്യാരക്ടറിനെയും നമ്മൾ ആ പാസ് ചെയ്തങ്ങ് പോവാണ്. അതുകൊണ്ടാണ് പുള്ളി മറ്റേ ഒരു ഹൗസ് ബോട്ടിൽ വന്നിരുന്നിട്ട് മറ്റേ വിജയരാഘവൻ ഒരു സാധനം അത് അവർ ആ ക്യാരക്ടർ പറയുമ്പം ഈ ക്യാരക്ടറിൻ്റെ ലൈഫുണ്ട്. ഇത്രയും നാൾ അവർ വന്ന ആ റൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ഡയലോഗിലൂടെ അവർ പറയുമ്പോഴേ നമുക്കറിയാം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഫുള്ളി കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അത് കുറച്ച് നമുക്ക് കാണുമ്പം ഈ പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനാണ്. പുള്ളി അടുത്ത കാലത്ത് ചെയ്യുന്ന പടങ്ങളെല്ലാത്തിലും പുള്ളിയുടെ ക്യാരക്ടർ ഗംഭീര പെർഫോമൻസ് ആണ്. പുള്ളി ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ എനിക്ക് സംഭവം പുള്ളി ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടാണ്. അതായത് ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഒരു ഗ്യാങ്സ്റ്ററാണ്. ഗാങ്സ്റ്റർ ഇൻ ദ സെൻസ് നമ്മളൊരു പുള്ളി മറ്റേ ആളും പുള്ളി പറഞ്ഞ മറ്റേ എല്ലാവരെയും വിളിച്ചിടുന്ന കൈൻഡ് ഓഫ് തോക്കെടുത്ത് വെടിയൊക്കെ കൈൻഡ് ഓഫ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വർഷങ്ങളായിട്ട് ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ മെയിൻ ആളാണ് കൃഷ്ണൻകുട്ടി അല്ലേ? 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ്. അപ്പോൾ ആ ഗ്യാങ്ങിന്റെ തലയാണ് പുള്ളി. പക്ഷെ ഈ 4 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അതുപോലെ എനിക്കെടുത്ത് പറയേണ്ടത് ദേവ്മോഹനെ കുറിച്ച് പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല. പുള്ളി സൂഫി സുജാതം പോലത്തെ പടം മലയാളത്തിൽ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു തെലുങ്കിൽ പരാക്രമം എന്ന് പറഞ്ഞ സിനിമ ചെയ്തായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ തെലുങ്കിൽ പോയി പടം ചെയ്തായിരുന്നു, ശാകുന്തളം ചെയ്തായിരുന്നു പുള്ളി. പക്ഷേ ഈ പടത്തിൽ ഫൈറ്റ് ചെയ്യുന്ന കണ്ടപ്പം ഭയങ്കര രസമായിട്ടാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ആക്ച്വലി ദേവ്മോഹനാണെന്ന് മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു. അതായത് ഞങ്ങളെ നോക്കണ്ടേ ഈ ക്യാരക്ടർ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് ഞാൻ കാരണം ഇതിൻ്റെ ഈ പടത്തിന് മുമ്പുള്ള ഇതിൻ്റെ പ്രൊമോഷൻ വർക്കൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ പടത്തിലുണ്ടെന്നുള്ളത് ഒരു പൂർണ്ണ ഐഡിയ ഇല്ല. നമ്മൾ ഈ കാണുന്ന മെയിൻ ഫേസ് അല്ലാതെ പിന്നെ. പക്ഷെ പടം തുടങ്ങി കുറച്ചാണ് ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇത് നല്ല പരിചയമുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് ദേവ്മോഹനാണ്. അതാണ് പുള്ളി അപ്പിയറൻസ് തന്നെ ചേഞ്ച് ആയി. അതുപോലെ തന്നെ പുള്ളിക്ക് ഈവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരൻ്റെ ഫൈറ്റ് സീക്വൻസ് പുള്ളി ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് എനിക്ക് പുള്ളി പരാക്രമം പടത്തിൻ്റെ ട്രെയിലറെ കണ്ടപ്പോൾ ഞാൻ രസമായിട്ട് തോന്നി. പുള്ളി ഭയങ്കര രസം. പക്ഷേ പടം അത്ര രസമല്ലാത്തതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ അപ്പാനശരത്ത് കൊടുത്തോളം നല്ല നീറ്റായിട്ട് പുള്ളിയുടെ പരിപാടിയും പുള്ളി നന്നായിട്ട്. എനിക്കൊന്ന് പുള്ളി കുറേ ഗ്യാപ്പിന് ശേഷമായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാനുള്ള എലമെൻറ്റുകൾ സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമയുടെ വേഗത കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കതൊന്നും കണക്റ്റ് ആവുന്നില്ല. അതായത് കുറേ നല്ല സീനുണ്ട്. അപ്പോൾ ആ സീന് പിന്നെ ഈ പടത്തിൻ്റെ ഈ ബേസ് ലൈനും ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. ഒരു ഇതുവരെ കാണാത്ത കഥയെന്നുള്ളതല്ല, ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഗ്യാങ്സ്റ്റർ ഡ്രാമ തന്നെയാണ്. പക്ഷെ അതിനെ ഒരു പുതിയ പ്ലേസ് ഉണ്ടാക്കി ആ പ്ലേസിൽ സെറ്റ് ചെയ്തു. ആ അനന്തൻ കാണുന്ന പേര് ഇട്ട് ആ പേരിൽ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനകത്തൊരു ഫ്രഷ്നസ് ഉണ്ട്. അപ്പോൾ അതായത് കാട്ടിലെ ജീവികൾ അവരെ വെച്ചാണ് ഇവരെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു രസം ഉണ്ടായിരുന്നെങ്കിലും നമുക്കിത് കുറച്ചധികം കണ്ടു പഴകിയ പ്രെഡിക്റ്റബിലിറ്റി ആയിരുന്നു ഈ പടത്തിന്. എനിക്കൊന്ന് റൈറ്റിംഗ് ഉൾപ്പെടെ നമുക്ക് അടുത്ത് എന്ത് നടക്കുമെന്നതിനെ പറ്റി ഒരു ധാരണയുണ്ട്. നമുക്കറിയാത്തതായിട്ടൊന്നും സംഭവിക്കുന്നത് നമുക്കറിയാത്. പക്ഷേ സ്റ്റിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഒരു നല്ല പടം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു തോന്നി. ബട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു മിഡ് ഫിലിമായിട്ട് നിൽക്കുകയാണ്.
മിക്സ്ഡ് ബാഗാണ് മൊത്തം. അതെ, അത് ചിലപ്പം ചിലർക്കത് വളരെ രസകരമായിട്ട് തോന്നാം. ഈ എഡിറ്റിങ്ങിൻ്റെ സംഭവം ഇപ്പം നമുക്ക് വർക്കായില്ലെന്ന് പറഞ്ഞാലും അത് ഒരുപാട് ആൾക്കാർക്ക് സിനിമ ഇവിടെ ലാഗ് ആവുന്നില്ല, ഭയങ്കര സ്പീഡിൽ പടം പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. കാരണം പടത്തിൽ നേരം പോക്കിന് വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഭയങ്കര സ്പീഡിൽ പോകുന്നു, 2.5 മണിക്കൂർ ബോറിംഗ് ഒന്നും ഇല്ലല്ലോ, ബോറിംഗ് ലാഗിങ് ഒന്നുമില്ല. കാരണം ഇതിങ്ങനെ നല്ല സ്പീഡിൽ അങ്ങ് പോവാം. പക്ഷെ ആ സ്പീഡായിരുന്നു തോന്നുന്നു നമുക്ക് കുറച്ച് ഈ സിനിമയായിട്ട് കണക്ട് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അത് കുറേ നല്ല മൊമെൻ്റ് ഉണ്ട്. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന പല ഇത് നമ്മൾ നറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴോ നല്ലൊരു മൊമെൻ്റാണ്. ഈ ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി, പക്ഷെ നമ്മളെന്തോ ഇതിൻ്റെ വേഗത കൊണ്ട് നമുക്കത് ഇമോഷണലി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജനറിക് സ്റ്റോറി ആണെന്നുള്ളത് ആ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ അത് പടം കാണുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അറിയാം എന്ത് സംഭവിക്കുമെന്ന്, എങ്ങനെയായിരിക്കും പോകുന്നത്, എങ്ങോട്ട് പോകും, ഇവർക്ക് എന്ത് സംഭവിക്കും, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. അതൊരു വിഷയമല്ല, അത് നമ്മൾ കാണുന്ന രീതിയല്ല കാണിക്കുന്ന പോലെ ഇരിക്കും. അതെ, ഇപ്പോൾ ഈ പടം തുടങ്ങുമ്പോൾ ഒരു ഉള്ളൂരിൻ്റെ ഒരു 2 ലൈൻ എഴുതുന്നുണ്ടല്ലോ, അതെന്തായിരുന്നു സോറി അത് മറന്നുപോയി, എല്ലാവർക്കും അറിയാവുന്ന അതെ പടം തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഒരു ഉള്ളൂരിൻ്റെ ഒരു കഥ എഴുതുന്നുണ്ട്. അത് എനിക്ക് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് വാളെടുത്തവൻ വാളാലെന്നുള്ള സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് കേട്ടോ. അതായത് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തു കമൻറ്റിൽ അല്ലേ. ആക്ച്വലി സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ടല്ലോ, സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ജാഫ്ന അതായത് ശ്രീലങ്കൻ നടക്കുന്ന സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് കാണുമ്പോൾ നമുക്കറിയാം ആ സീക്വൻസ് നമുക്കൊരു ഭയങ്കര വലിയ ഇമ്പാക്റ്റ് തരേണ്ടതാണ്. കാര്യം നമ്മൾ ഈ എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ആ സ്റ്റാർട്ടിങ് സീക്വൻസിന് ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അത് അറൗണ്ട് 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സീക്വൻസിനൊരു ഭയങ്കര ഇമ്പാക്റ്റ്, ഇതുകൊണ്ട് 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ആ എമ്പുരാൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ആ ഒരു ഗുജറാത്ത് കലാപത്തിനെ കാണിച്ചിരിക്കുന്ന ആ ഒരു സീക്വൻസ് പോലെ ഇതിൽ സമാനമായിട്ടൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് തരാൻ ഈ എഡിറ്റിങ്, അതായത് ഭയങ്കര സ്പീഡ്. അപ്പോൾ പടം നമ്മൾ കയറിയിരിക്കുമ്പോൾ ഈ സീക്വൻസാണ് തുടങ്ങുന്നത്, അതിൻ്റെ വേഗത ഭയങ്കര. അപ്പം നമ്മളിത് കണ്ടുകൊണ്ട് എന്താ നടക്കുന്നത്, ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയേക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു വ്യക്തതയില്ല. നമുക്കതിൽ കുറച്ച് ഈ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുമല്ലോ, ഒരു ഷോട്ടിൽ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്യുക, ആ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള പരിപാടി ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷേ അതിനൊരു റീസൺ മേ ബി ഇവരുടെ ഭാഗത്തുള്ള റീസൺ ഇതൊന്നും പുതിയതല്ല, ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമല്ലോ, പിന്നെ നമ്മൾ എന്തിനാണിത് കുറച്ച് നേരം കൂടെ വലിക്കുന്നത് എന്നുള്ള ചിന്തയാവാമെന്ന് എനിക്ക് തോന്നുന്നു. പടം കണ്ടു തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് പുതിയതായിട്ടൊരു സംഭവം നടക്കുന്നില്ല, നമുക്കിത് എല്ലാം പ്രെഡിക്റ്റബിളുമാണ്, നമുക്ക് അറിയാവും. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ഇത്ര ലാഗ് അടിപ്പിക്കാൻ എന്തിനാണ്, സ്പീഡിൽ പോകാം എന്നുള്ള നിർബന്ധമായിരിക്കും. പക്ഷെ അത് ലാഗല്ല, ഒരു പക്ഷേ ലാഗല്ല, ആ ഡ്രാമ വർക്കായി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഹൈ കിട്ടുമായിരിക്കും, ഇമ്പാക്റ്റ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ഇമ്പാക്റ്റിന് അപ്പുറത്തേക്ക് വേഗത്തിൽ പടം തീർക്കണം എന്നുള്ള, അല്ലെങ്കിൽ സിനിമ വളരെ വേഗത്തിൽ ഓടണം എന്നുള്ള ചിന്ത ബോറടിക്കാൻ പാടില്ല. അതാണെന്ന് തോന്നുന്നു അവരെ ആദ്യം മുമ്പിലെടുത്ത് വെച്ചത്. അതുകൊണ്ടായിരിക്കാം ഇത്രയും വേഗത്തിൽ ഈ പടം പോകണമെന്ന് തോന്നുന്നു. സോ ആ ഇനീഷ്യൽ സീക്വൻസിനൊക്കെ നല്ല ഇമ്പാക്റ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ ആ ഇമ്പാക്റ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ടങ്ങ് പോകണം. ആ സീക്വൻസിൽ ഒരു ക്യാരക്ടറുടെ എൻട്രി ഉണ്ട്, അതായത് ഒരു ചരിത്രത്തിലുള്ള ഒരു ക്യാരക്ടർ, ചരിത്രത്തിലുള്ള വെയിലിപ്പുള്ള പ്രഭാകരൻ, വെയിലിപ്പിള്ളല്ലേ പ്രഭാകരൻ, ആ ക്യാരക്ടറിൻ്റെ ഒരു എൻട്രി ഉണ്ട് ആ സീക്വൻസിന്. പക്ഷേ പുള്ളിയുടെ മുഖം റിവീൽ ചെയ്താണ് ചെയ്തിരിക്കുന്നത്, അത് നല്ല രസമായിരുന്നു. കാര്യം നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഫേസ് ആണ്, ആ ക്യാരക്ടറിൻ്റെ ഇൻട്രോയ്ക്കൊക്കെ ഭയങ്കര ബിൽഡപ്പ്, അപ്പോൾ കൈയും കാലും ഷോൾഡറൊക്കെ കാണിച്ച് ഇൻട്രോ ഒക്കെ കൊടുക്കുമ്പോൾ, പക്ഷേ ഷോട്ടിൽ പുള്ളിയുടെ ഫേസ് സീനിൽ പുള്ളിയുടെ ഫേസ് കാണിക്കില്ല, പുള്ളിയുടെ സൗണ്ട് ഡയലോഗ് വെച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല ഡിസിഷനായിട്ട് തോന്നി. ബട്ട് അവിടെ കിട്ടേണ്ട ഇമ്പാക്റ്റ് ആ സീക്വൻസിൽ ഇങ്ങനെ കുറച്ച് കുറഞ്ഞ് പോയതുപോലെ തോന്നിയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് സുനിലിന് മലയാളത്തിൽ കിട്ടിയ നല്ലൊരു പെർഫോമൻസ് ക്യാരക്ടർ, അതായത് ഇതിനകത്ത് പുള്ളി തെലുങ്കനായിട്ട് തന്നെ, തെലുങ്കനായിട്ട്, പക്ഷേ പുള്ളിക്ക് കുറെ കൂടി പെർഫോമൻസ് ചെയ്യാൻ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പടമായിരിക്കും തോന്നുന്നു. പെർഫോമൻസ് ഇൻ ദ സെൻസ് നോർമൽ, ഇത് ആക്ച്വലി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരുപാട്, പക്ഷേ അത് ടിപ്പിക്കൽ വില്ലൻ റോള് തന്നെ. അതിനകത്ത് വില്ലൻ എന്താണ് ചെയ്യുന്നത്, പക്ഷെ മലയാളത്തിൽ വന്നിട്ട് പുള്ളി കിട്ടിയ ഒരു സാധനം, എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, ഒരു രസം. അത് അങ്ങനെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് അത്. പുള്ളിയുടെ പാർട്ട് ചെയ്തിട്ട് പോയെന്നുള്ളതിനകത്ത്, പക്ഷെ അതും ഇങ്ങനെ ഇമ്പ്രസീവായിട്ട് വില്ലനാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ തെലുങ്കനായിട്ട് അഭിനയിക്കുന്നുള്ളതാണ് തോന്നുന്നു. ഈ ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ആയാലും നമുക്ക് വലിയ പ്രശ്നമില്ല, ഏതായാലും കഷ്ടപ്പെട്ട് മലയാളം പറയുന്നുള്ളൂ എന്നുള്ള ചിന്തയൊന്നുമില്ല. തെലുങ്കൻ മലയാളം പറയുന്ന ലൈനിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിങ്ങനെ കുറച്ച് വിജയരാഘവൻ്റെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. ആ ക്യാരക്ടറിൻ്റെയും പരിപാടികൾ, പുള്ളിയുടെയും കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല രസമുണ്ട്. ഈ നല്ല ഡയലോഗ്സ് കുറച്ചുണ്ട് പടത്തിൽ, അതിങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ സ്കാറ്ററായി കിടക്കാണ്. അല്ലെ ഡയലോഗ് എന്ന് പറയുന്നത് മുരളി ഗോപിയുടെ മെയിൻ ഒരു സാധനമാണല്ലോ. അത് ശാന്തി ബാലചന്ദ്രൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് ആക്ച്വലി പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എപ്പോഴോ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. അതായത് ഈ പറഞ്ഞാൽ വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് പടം കാണണമെന്ന് കണ്ടു നോക്കാം.
2.5 മണിക്കൂർ കൊണ്ട് സ്പീഡിൽ പടം വളരെ സ്പീഡിൽ പടം പോകും. 2.5 മണിക്കൂർ ഉണ്ടെങ്കിലും 2.5 മണിക്കൂർ പോകുന്നത് നിങ്ങൾ അറിയില്ല, കാരണം അത്ര സ്പീഡിൽ പടം പോകും. പക്ഷേ നമുക്കിങ്ങനെ ഒരു ഭയങ്കര ടേക്ക് അവേ ഒന്നുമില്ല സിനിമയ്ക്കകത്തൊന്നും. ജസ്റ്റ് പടം കാണുക, ഇറങ്ങിപ്പോവുക, കണ്ടു പിന്നെ മറക്കാം, അത്രേ ഉള്ളൂ. അല്ല ഓർത്തിരിക്കാനുള്ള സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഓർത്തിരിക്കാനുള്ള മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു പടത്തിലെങ്കിലും അത് കുറച്ച് സ്പോയിലായിപ്പോയി. അതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആനന്ദൻ കാട്. പിന്നെ ഈവൻ ആര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പുള്ളിക്ക് കൊടുത്ത കാര്യം പുള്ളി പെർഫെക്റ്റ് ആര്യയ്ക്ക് കൊടുത്ത പരിപാടി ആര് ചെയ്തു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള പുള്ളി ആക്ച്വലി വരുന്നത് എനിക്കൊന്ന് പുള്ളിയുടെ ആണ് ഒരു ആർക്ക് ഒരു കൊടുത്തേക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ അനിയൻ മരിച്ചു പോയിട്ട് ലാസ്റ്റ് പുള്ളിക്ക് ഒരു അനിയനെ കിട്ടുവാണ്. അങ്ങനെ അതായത് ആ ക്യാരക്ടറിലൂടെയാണ് പടം തുടങ്ങി അവസാനിക്കുന്നത്. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം എത്തിച്ചേരുന്നൊരു സ്പോട്ട്, അവിടുത്തെ കുറച്ച് ആൾക്കാർ. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പോണത് ഈ ഏറ്റവും കൂടുതൽ റൂട്ട് ചെയ്യുന്നതും ഈ ആര്യയേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസും ഉള്ളത് ഇവരുടെ ഗ്യാങ്ങിനാണ്. അതായത് ഇന്ദ്രൻ ചേട്ടനും മറ്റേ മുരളി ഗോപി ഇവരൊക്കെ കൂടി ചേരുന്ന ആ ഗ്യാങ്ങിനാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പടം തുടങ്ങുന്നത് ആര്യയിൽ നിന്നാണെങ്കിലും നമ്മൾ ആ ഫോളോ ചെയ്യുന്ന ട്രാക്ക് പിന്നീട് ട്രാക്ക് മാറി ഇവരിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ ആര്യ വരുമ്പോഴും ആര്യയ്ക്ക് സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവാണ് പടത്തിൽ, അങ്ങനത്തെ ഒരു ലൈൻ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇനിഷ്യൽ ട്രെയിലർ ഉണ്ടാകുമ്പോഴും നമ്മൾ ആരെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കുറച്ചു ഇല്ലായിരുന്നു. പടം കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആകുന്ന ക്യാരക്ടേഴ്സ് ഈ ഗ്യാങ് ആയിരിക്കും. അപ്പോൾ ആ ഗ്യാങ്ങിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സഞ്ചരിക്കും. അപ്പോൾ ആരുടെ ക്യാരക്ടറിനെ പറ്റി നമ്മളിങ്ങനെ ഇനിഷ്യലി നമുക്ക് അറിയാവുന്നതുകൊണ്ട് ആ ക്യാരക്ടർ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഗോള് ഇൻ്റർവെല്ലിൽ തീരും. ഗോളെന്നല്ല, എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ പാത്തിൽ പുള്ളിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം. ആ യാത്രയിൽ പുള്ളിക്ക് ആരെയൊക്കെ മീറ്റ് ചെയ്യണോ, ആരെയൊക്കെ പുള്ളിക്ക് നിഗ്രഹിക്കണോ, അതിൽ ഒരു ക്യാരക്ടറിനെ തീർക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിനുശേഷം ഈ ക്യാരക്ടർ ആക്ച്വലി ഇവരോട് അറ്റാച്ച്ഡ് ആയിട്ട് അവിടെ പെട്ടു. പക്ഷേ നമ്മളൊരിക്കലും ഈ ആര്യയും ഈ ഗ്യാങ്ങും തമ്മിലുള്ളൊരു വലിയ കോൺവെർസേഷനോ അവർ തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഈ ആര്യയുടെ ക്യാരക്ടർ കണക്റ്റ് ആവുന്നത് ശാന്തി ബാലേന്ദ്രൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പോൾ ആ ശാന്തി ബാലേന്ദ്ര ക്യാരക്ടർ ഈ ഗ്യാങ്ങോട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യക്ഷ രൂപത്തിലല്ല പരോക്ഷമായിട്ടുള്ളൊരു ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും കട്ടികളായിരിക്കും, അറിയില്ല. അതായത് ആ ഒരു സംഭവം നമുക്ക് തോന്നി. അതായത് നമ്മൾ ഈ ഓഡിയൻസ് ഗ്യാങ്ങിനോട് കണക്ട് ആയതുപോലെ ആര്യയുടെ ക്യാരക്ടർ ഈ ഗ്യാങ്ങിനോട് കണക്ട് ആയിരിക്കുന്ന സീക്വൻസുകളൊന്നും നമുക്ക് പടത്തിൽ ഇല്ല. വളരെ 1-2 സീൻ എന്തോ ഉള്ളൂ. ഇവർ അതിലും ഡയലോഗ്സോ അല്ല ഇവർ തമ്മിൽ എന്താണ് ഇവരുടെ ഒരു ഇമോഷണൽ ഷെയറിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ പുള്ളിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ച് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ലൈനിലേക്കാണ് ഇത് എത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടർ പറയുന്നുണ്ട് എനിക്ക് ഇവരോട് ഒരു കണക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ ആ ഫാമിലി പോലെ എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അനന്തൻ കാടിൻ്റെ അവസ്ഥ. സോ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. സിനിമ കണ്ടവർ കമൻ്റായിട്ട് നിങ്ങളുടെ ഇത് ഇടും അഭിപ്രായം. അതെ. അപ്പോൾ നമ്മൾ മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരും.